ആലപ്പുഴയിൽ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ തന്ത്രങ്ങൾ വ്യത്യസ്തമാണ്. അവിടെ CPM ചില മാറ്റങ്ങൾ ആലോചിക്കുകയാണ്. സിറ്റിംഗ് സീറ്റുകളിൽ മാറ്റം വരുത്താനുള്ള നീക്കമാണ് ആലപ്പുഴയിൽ CPM ആലോചിക്കുന്നത്. കായംകുളത്ത് പ്രതിഭയെ മത്സരിപ്പിച്ചേക്കില്ല. പകരം അവിടെ KH ബാബുജാൻ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത പറയുന്നു. ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കായംകുളത്ത് നിന്നുള്ള മുതിർന്ന പാർട്ടി അംഗവുമാണ് ബാബുജാൻ. നിലവിൽ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമാണ് അദ്ദേഹം എന്ന പ്രത്യേകതയുമുണ്ട്. ഇതിന് പുറമെ ആലപ്പുഴ ജില്ലയിലെ മറ്റു ചില മണ്ഡലങ്ങളിലും മാറ്റമുണ്ട്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ അവിടെ ചിത്തരഞ്ജൻ, ആലപ്പുഴയിൽ നിന്നുള്ള MLA ചിത്തരഞ്ജനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിക്കുക എന്നൊരു ആലോചന ഉണ്ട്. അങ്ങനെയെങ്കിൽ ആലപ്പുഴയിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ മത്സരിപ്പിക്കുക എന്നൊരു ആലോചന നടക്കുന്നു. അരൂർ മണ്ഡലത്തിൽ ഗായിക ദലീമ MLA ആയിരിക്കുന്ന അരൂർ മണ്ഡലത്തിലും ചില മാറ്റങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ തരത്തിലേക്കാണ് ഇപ്പോൾ ആലോചനകൾ നടക്കുന്നത്. എന്താണ് ആലപ്പുഴയിലെ ആലോചനകൾ എന്ന് നോക്കണം. എന്തുകൊണ്ട് CPM ഇത്തരമൊരു ആലോചന നടക്കുന്നു എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കായംകുളം അടക്കമുള്ള മണ്ഡലങ്ങളുടെ പൊതു സാഹചര്യം നമുക്ക് വിശദമായി പരിശോധിക്കുകയും ചെയ്യാം. ആദ്യം എന്തുകൊണ്ട് CPM ഇത്തരം ആലോചനകളിലേക്ക് കടക്കുന്നു? നമുക്കൊപ്പം ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, CPM-നെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഏറെ നഷ്ടമൊന്നും ഉണ്ടാവാതെ വലിയ സുരക്ഷിതമായി നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. ആ ആലപ്പുഴ ജില്ലയിൽ എന്തുകൊണ്ടാണ് ഈ നിയമസഭയിൽ ഇത്തരം സ്ഥാനാർത്ഥികളെ മാറ്റിയുള്ള പരീക്ഷണത്തിലേക്ക് CPM വരുന്നതിൻ്റെ കാരണം? കായംകുളത്തെ സാഹചര്യം നമുക്ക് പ്രത്യേകം പരിശോധിക്കാം. പൊതുവിൽ ആലപ്പുഴയിൽ ഈ മാറ്റങ്ങളുടെ കാരണം എന്താണ്? അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? സജിത്ത്, നമുക്കറിയാം ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു ജില്ലകളിലൊന്നാണ് ആലപ്പുഴ ജില്ല. കാരണം നമുക്ക് ആലപ്പുഴയിൽ ഒരു കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ ഹരിപ്പാട് ഒഴികെ, അതായത് കഴിഞ്ഞ 2 ടേമുകളായി ഹരിപ്പാട് ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളും ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് കുറേ മാറ്റങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലും ഉണ്ടായി. അതിൽ ഏറ്റവും അധികം പരുക്കുകൾ പറ്റിയൊരു സംവിധാനം അല്ലെങ്കിൽ പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPM ആണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ ഇറങ്ങുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ കായംകുളത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ കായംകുളത്ത് പ്രതിഭ 2 ടേമുകൾ പൂർത്തീകരിച്ച ആളാണ്. പ്രതിഭയ്ക്ക് ഇളവുകൾ നൽകുമെന്ന് പറയുമ്പോൾ പോലും അതിനകത്ത് കായംകുളത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ രൂക്ഷമാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ MLA-ക്കെതിരെ വിമർശനം ഉയർന്നു. കാരണം വിമതരായി മത്സരിച്ചവർ MLA-യുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും ആ ഒരു ഭിന്നിപ്പ് ആ പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ 2 പ്രബല വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കവും നിലനിൽക്കുന്നു. അങ്ങനെ തർക്കങ്ങൾ നിലനിൽക്കുന്നു. നിലവിലത്തെ MLA-ക്കെതിരെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും താല്പര്യമുള്ള ഒരാളെ ഇറക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ് കായംകുളത്ത് CPM ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് ബാബുജാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2 തവണ കായംകുളത്ത് നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. കാരണം CPM-ൽ തന്നെ അധികാര രാഷ്ട്രീയത്തിൽ അധികം നിൽക്കാത്ത, വളരെ കാലം കേരള യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന SFI കാലഘട്ടം മുതൽ ഉണ്ടായിരുന്ന, ഒരുപക്ഷെ ഇപ്പോഴത്തെ പല SFI സീനിയർ നേതാക്കന്മാരുടെയും DYFI നേതാക്കന്മാരുടെയും ഗുരുസ്ഥാനീൻ എന്ന് പറയാൻ കഴിയത്തക്ക രീതിയിൽ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ് KH ബാബുജാൻ. അദ്ദേഹം ഒന്നും ഇതുവരെ പാർലമെന്ററി രംഗത്തേക്ക് കടന്നു വന്നിട്ടില്ല. പിന്നെ കായംകുളത്ത് നിന്ന് തുടർച്ചയായി കായംകുളത്തു നിന്നുള്ള ഒരാൾ മത്സരിക്കണമെന്നുള്ളൊരു ആവശ്യം പലപ്പോഴായി പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. കാരണം പുറത്തു നിന്നുള്ള ആളുകളാണ് വന്ന്, പ്രത്യേകിച്ച് പ്രതിഭയൊക്കെ ആണെങ്കിൽ തകഴിയിൽ നിന്നാണ് വന്ന് കായംകുളത്ത് മത്സരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരം പുറത്തു നിന്നുള്ള ആളുകളാണ്, മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ വന്ന് മത്സരിക്കുന്നു. അങ്ങനെയല്ല, കായംകുളത്തു നിന്നുള്ള ഒരാൾ തന്നെ മത്സരിക്കണം എന്നുള്ള ഒരു താല്പര്യം കൂടി കായംകുളത്തെ പാർട്ടി പ്രവർത്തകർക്കിടയിലുണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം പത്തിയൂരടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട പ്രത്യാഘാതത്തിൽ നിന്ന് മറികടന്ന് പുറത്തേക്ക് വരാനായി കഴിയുന്നൊരു സാഹചര്യം അവിടുത്തെ പാർട്ടി സംവിധാനത്തിനും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയിൽ KH ബാബുജാനെ ഇറക്കണമെന്നുള്ള ഒരു ആലോചന കൂടി അവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇടതുപക്ഷത്തിൻ്റെതെന്ന് നമുക്ക് പറയാനാകും. എന്നാൽ വിരുദ്ധതയില്ലാത്ത, അല്ലെങ്കിൽ വോട്ടുകൾ ഭിന്നിച്ചു പോകാത്ത രീതിയിൽ പാർട്ടിക്കകത്ത് തന്നെ ഒരു ഏകീകൃത സ്വഭാവത്തോടു കൂടി മത്സരിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന
സംവിധാനത്തിലേക്ക് ബാബുജാനെ ഇറക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ വെക്കുന്നു എന്നുള്ളതാണ്. അതാണ് കായംകുളത്തിന്റെ ഒരു സാഹചര്യം. എന്തായാലും കായംകുളത്ത് ബാബുജാന്റെ പേര് വളരെ പ്രധാനപ്പെട്ട ഒരു പരിഗണനയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബാബുജാൻ മത്സരിക്കുന്നതിൽ താല്പര്യമാണ്. നാസർ, ജില്ലാ സെക്രട്ടറി നാസർ ഉള്ളവരുടെയും പിന്തുണ ബാബുജാന് ഉണ്ട് എന്നുള്ളതാണ്. പാർട്ടിയുടെ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പേരിനുള്ള പരിഗണന കൂടുന്നു. അത് വളരെ സജീവമായി കായംകുളത്ത് ചർച്ചയാക്കപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, അമ്പലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ അമ്പലപ്പുഴയിലെ സാഹചര്യം അത്ര ഗുണകരമല്ല എന്നുള്ളൊരു വിലയിരുത്തൽ CPM-ന് ഉണ്ട്. പ്രത്യേകിച്ച് വോട്ടിംഗ് പാറ്റേൺ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അമ്പലപ്പുഴയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ സിറ്റിംഗ് സീറ്റുകളിലൊന്നും മാറ്റം വരുത്താം, MLA-മാരിൽ മാറ്റം വരുത്താം എന്നുള്ളൊരു കണക്കുകൂട്ടൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്പലപ്പുഴയിലേക്ക് PP ചിത്തരഞ്ജന്റെ പേര് കൂടി പരിഗണനയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആലപ്പുഴയിൽ ഇപ്പോൾ നിലവിൽ ചിത്തരഞ്ജൻ ആലപ്പുഴ മണ്ഡലത്തിന്റെ MLA ആണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടെ നിലനിൽക്കുന്നത് അമ്പലപ്പുഴ മണ്ഡലമാണ്. അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിരുന്നതും അമ്പലപ്പുഴ മണ്ഡലം കേന്ദ്രീകരിച്ചാണ്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പ്രധാനമായി CPM-ന് പ്രതിസന്ധി നേരിടുന്നത് ധീവര സമുദായത്തിന്റെ വോട്ടുകളാണ്. എന്നാൽ ധീവര സമുദായത്തിന്റെ വോട്ടുകൾ അടക്കം അമ്പലപ്പുഴയിൽ ചിത്തരഞ്ജന് കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസ് പാർട്ടി നേതൃത്വത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി ജയസാധ്യതയുള്ളൊരു സേഫായി മാറ്റാൻ കഴിയുന്ന ഒരു ആൾ എന്നുള്ള രീതിയിലാണ് അമ്പലപ്പുഴയിലേക്ക് നിലവിൽ PP ചിത്തരഞ്ജന്റെ പേര് കൂടി പുതുതായി ചർച്ചയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ചിത്തരഞ്ജനും അതിനകത്ത് താല്പര്യക്കുറവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾ കൂടി ആലപ്പുഴ ഉണ്ടാകുന്നു. അതേസമയം സലാമിനെ എവിടെ പ്ലേസ് ചെയ്യുമെന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നു. അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ മറ്റെവിടെയും നിലവിൽ ആ പേര് കേൾക്കുന്നില്ല. പക്ഷേ ചിത്തരഞ്ജനെ അമ്പലപ്പുഴയിലേക്ക് മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആലപ്പുഴയിൽ പുരോഗമിക്കുന്നുണ്ട്. അത്തരം താല്പര്യങ്ങൾ കൂടി പാർട്ടി നേതൃത്വത്തിന് മുന്നിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റേറ്റ് ലീഡർഷിപ്പിന്റെ മുമ്പിലും അത്തരം ചർച്ചകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും PP ചിത്തരഞ്ജനെ അമ്പലപ്പുഴയിലേക്ക് മാറ്റുമ്പോൾ ആലപ്പുഴയിലേക്ക് നാസറിന്റെ പേർ കൂടി പരിഗണനയിലേക്ക് വരുന്നു. CPM ജില്ലാ സെക്രട്ടറിയാണ് നാസർ. ഈ 2 ടേമുകൾ കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ഈ 2 വർഷം കൂടി കഴിഞ്ഞാൽ CPM ജില്ലാ സെക്രട്ടറിയുടെ എന്ന നിലയിൽ 3 ടേം പൂർത്തീകരിക്കും. ദീർഘകാലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമായിരുന്ന ആളാണ്. പക്ഷേ മറ്റ് പാർലമെന്റ് രംഗത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ചുമതല വളരെ കൃത്യമായി 3 ടേമുകളായി സംസ്ഥാന നേതൃത്വത്തിന് പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കടക്കം താല്പര്യമുള്ള ആളാണ് നാസർ. അതുകൊണ്ട് തന്നെ അങ്ങനെ നിലനിന്നു പോകുന്ന നാസറിനെ ആലപ്പുഴയിലേക്ക് പരിഗണിച്ചാലോ എന്നുള്ളൊരു ആലോചനയുണ്ട്. നാസറിനും ആ ഒരു താല്പര്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറെ കൂടെ സേഫായിട്ട് ജില്ലാ സെക്രട്ടറിക്ക് മത്സരിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം ആലപ്പുഴയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ കണിച്ചുകുളങ്ങര അടക്കമുള്ള ഭാഗങ്ങൾ വരുന്നു. ഈഴവ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ നാസറിനെ കൊണ്ടുവരുന്നതോടെ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈഴവ പ്രാധാന്യം കുറച്ചുകൂടി ഉള്ള മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം. ആലപ്പുഴ മണ്ഡലത്തിലേക്ക് നാസറിനെ പരിഗണിക്കാനുള്ള ഒരു കൂടിയാലോചനകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരടുവലികൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ആലപ്പുഴയിലേക്ക് നാസർ വരുമ്പോൾ അമ്പലപ്പുഴയിലേക്ക് ചിത്തരഞ്ജനെ മാറ്റാം എന്നുള്ളൊരു ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ നിലവിൽ അത്തരം ഒരു വളരെ സജീവമായ ചർച്ചയുണ്ട്. അത് സ്റ്റേറ്റ് ലീഡർഷിപ്പിന്റെ മുന്നിലും ഉണ്ട് എന്നുള്ളതാണ്. അവിടെ നിന്ന് നമ്മൾ അരൂരിലേക്ക് പോകുമ്പോൾ ദലീമ ജോജോയെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു കണക്കുകൂട്ടൽ പാർട്ടി നേതൃത്വത്തിന്റെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനിയൊരു വിജയ സാധ്യത എത്രമാത്രമുണ്ട് എന്നുള്ളത് അരൂരിനെ സംബന്ധിച്ച് കുറച്ച് സംശയകരമാണ്. അതുകൊണ്ട് തന്നെ അരൂരിൽ നിലവിലത്തെ MLA മാറ്റി മറ്റൊരു പരീക്ഷണത്തിലേക്ക് ഒരുപക്ഷെ മുതിർന്ന നേതാക്കന്മാരെ ആരെങ്കിലും ഇറക്കണമോ, അല്ലെങ്കിൽ തന്നെ നിലവിൽ നേരത്തെ മത്സരരംഗത്തുണ്ടായിരുന്നവരും മാറി നിന്നവരുമായ ആളുകളെ പരിഗണിക്കണമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ അരൂർ നിലവിലത്തെ സാഹചര്യത്തിൽ സിറ്റിംഗ് MLA വെച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് ആലപ്പുഴയിലെ പാർട്ടി നേതാക്കന്മാർക്കുള്ളത്. എന്തായാലും വലിയ തർക്കങ്ങളില്ലാതെ, വലിയ പരിക്കുകളില്ലാതെ എല്ലാവരെയും, എല്ലാ വിഭാഗങ്ങളെയും അക്കോമഡേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ആലപ്പുഴയിൽ നീങ്ങുന്നത്. സജിത്, അതാണ് സാഹചര്യം. എന്തായാലും ആലപ്പുഴയുടെ രാഷ്ട്രീയം അങ്ങനെയാണ്. ശരണ്യ, തുടരുക. നമുക്ക് നോക്കാം
ഈ ആലപ്പുഴയിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായി കായംകുളം മാറുകയാണ്. കായംകുളത്തിൻ്റെ രാഷ്ട്രീയം ഇത്തവണ എങ്ങനെയാണ് എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. ഒപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കായംകുളത്തെ തന്ത്രങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് നോക്കാം കായംകുളത്തിൻ്റെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം എന്ത് എന്ന കാര്യം കൂടി നോക്കുക. കായംകുളം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചത് എങ്ങനെയാണ്? യു പ്രതിഭയാണ് വിജയിച്ചു കയറിയത്. ഇടതുമുന്നണി 77,348 വോട്ടുകളാണ് പ്രതിഭ അവിടെ പിടിച്ചത്. അരിതാ ബാബു വലിയ മത്സരം നടത്തി. അരിതാ ബാബു അട്ടിമറി വിജയം നേടുമെന്നൊക്കെ പ്രതീക്ഷകൾ ഉയർത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അരിതാ ബാബുവിൻ്റെ യുവ നേതാവെന്ന രീതിയിൽ അരിതാ ബാബുവിൻ്റെ ഇടപെടലൊക്കെ എന്ന് മാധ്യമങ്ങളേറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അരിതാ ബാബു സമാഹരിച്ചത് 71,050 വോട്ടുകളാണ് നേടിയത്. NDAക്ക് അവിടെ കിട്ടിയത് വെറും 11,413 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എന്നതാണ്. NDAക്ക് 2021 തെരഞ്ഞെടുപ്പിൽ ഏറെ നീക്കങ്ങളൊന്നും നടത്താൻ അവിടെ കഴിഞ്ഞില്ല എന്നതാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം. നോക്കുക, യു പ്രതിഭയ്ക്ക് 77,348 വോട്ടുകളും അരിതാ ബാബുവിന് 2021 71,050 വോട്ടുകളുമാണ് സമാഹരിക്കാൻ കഴിഞ്ഞത്. ഏകദേശം 6,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അന്ന് യു പ്രതിഭയ്ക്ക് കായംകുളത്ത് നിന്നുണ്ടായത്. കഴിഞ്ഞ തവണത്തെ ഇടതു തരംഗത്തിനിടയിൽ അത്ര മെച്ചപ്പെട്ട ഒരു ഭൂരിപക്ഷമായിരുന്നില്ല എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കാം അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന്. നോക്കുക, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ KC വേണുഗോപാലായിരുന്നു ലോക്സഭയിലെ സ്ഥാനാർത്ഥി. ഒപ്പം ഇടതുപക്ഷത്ത് എം ആരിഫ് മത്സരിച്ചു. ശോഭാ സുരേന്ദ്രനായിരുന്നു NDAയുടെ. കായംകുളത്തിൻ്റെ ചിത്രം നോക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയമസഭാ മണ്ഡലം ചിന്തിച്ചത് എങ്ങനെയാണ്? UDFന് അന്ന് ആ മണ്ഡലം KC വേണുഗോപാലിന് നൽകിയത് 50,216 വോട്ടുകളാണ്. ശോഭാ സുരേന്ദ്രൻ BJP ആണ് 2ാം സ്ഥാനത്ത് വന്നത്. ശോഭാ സുരേന്ദ്രൻ നേടിയതാവട്ടെ 48,775 വോട്ടുകളാണ്. അതേസമയം ഇടതുപക്ഷത്തിന് എം ആരിഫിന് 48,020 വോട്ടുകൾ. അതായത് ശോഭാ സുരേന്ദ്രനും ആരിഫും ഇഞ്ചോടിഞ്ച് കട്ടക്കി നിന്നു. പക്ഷേ അവിടെ UDFനാണ് അന്ന് ഭൂരിപക്ഷമുണ്ടായത്. ലോക്സഭയുടെ പൊതുചിത്രമാണ്. കാരണം UDFന് വലിയ ആധിപത്യമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പം സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പ് ചിത്രം UDFൻ്റെ വോട്ട് ശതമാനത്തിൽ അംഗീകരിക്കാം. പക്ഷേ വെറും 11,000-ൽ പരം വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തു നിന്നാണ് 48,000-ൽ പരം വോട്ടുകളായി അവിടെ NDAയുടെ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ടുകൾ വർദ്ധിച്ചത് എന്നതാണ്. അത് സ്വാഭാവികമായും ഇരുത്തി ചിന്തിപ്പിക്കും ആ സാഹചര്യം എന്നതുകൂടിയാണ് പൊതുചിത്രം. അത് സ്വാഭാവികമായും വെല്ലുവിളി ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. ഇനി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യം കൂടി ശ്രദ്ധേയമാണ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എങ്ങനെയാണ്? അന്ന് UDFന് പഞ്ചായത്ത് വാർഡുകളുടെ കണക്കെടുക്കുമ്പോൾ കായംകുളം നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള പഞ്ചായത്ത് വാർഡുകളിൽ നിന്ന് UDF സമാഹരിച്ചത് 52,512 വോട്ടുകളാണ്. ഇടതുമുന്നണിക്കാവട്ടെ 57,657 വോട്ടുകളുണ്ട്. NDAക്ക് 28,161 വോട്ടുകളും. യഥാർത്ഥത്തിൽ അവിടെ ലീഡ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5,145 വോട്ടുകളുടെ ലീഡ് ഇടതുപക്ഷത്തിന് LDFന് തന്നെയാണ് എന്നതാണ് ചിത്രം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രം അവിടെ പൊതുവിൽ ഇടതുപക്ഷത്തിന് സാധ്യത നൽകിയിട്ടുണ്ട് എന്നതുകൂടിയാണ്. എന്തായാലും കായംകുളം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധേയമായ ഒരു ഇടമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.